ക്യാമറയിലുള്ള മറ്റൊരു ഒരു സൗകര്യം എന്ന് വെച്ചാൽ ഫ്ലിപ്പ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഫ്ലിപ്പ് ഫ്രെയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ മറവത്തൂർ കനവിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരാൾ തലകീഴായിട്ട് നിൽക്കുന്നു, അത് ഷൂട്ട് ചെയ്യാൻ നമ്മളൊക്കെ അന്ന് ചെയ്തിട്ടുള്ളത് ക്യാമറ തലകീഴായിട്ട് വയ്ക്കും. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഈ ക്യാമറ തലകീഴായിട്ട് സർക്കസ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഫ്ലിപ്പ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ സ്റ്റഡി ആയിട്ട് വയ്ക്കുകയും ഈ ക്യാമറയിൽ കാണുന്ന ഇമേജ് ഫ്ലിപ്പായിട്ട് തലകീഴായിട്ട് റെക്കോർഡാവും. പിന്നെ മറ്റൊരു ഫെസിലിറ്റി എന്താണ്? ക്രോമാ കീയിങ് എന്ന് പറയുന്നത് ഒരാൾ ഇപ്പോൾ ഒരു സ്പേസ് ഷട്ടിലിനുള്ളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു ഷോട്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വെറുതെ ഒരു പ്ലെയിൻ സ്ഥലത്ത് നിർത്തും. അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ പശ്ചാത്തലം ഗ്രീൻ കളറിലോ ബ്ലൂ കളറിലോ മാറ്റ് ചെയ്യും. ബ്ലൂ മാറ്റിംഗ്, ഗ്രീൻ മാറ്റിംഗ് എന്നൊക്കെ അതിന് പറയും. അപ്പോൾ അയാൾ പിന്നീട് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സ്പേസ് ഷിപ്പിനുള്ളിൽ നിന്നിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾ പറയുകയും അത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ കാര്യം മാറ്റിയിട്ട് ഈ ഗ്രീൻ മാറ്റ് മാറ്റിയിട്ട് അവിടെ ഈ സ്പേസ് ഷിപ്പിൻ്റെ ഇൻറ്റീരിയർ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഷൂട്ട് ചെയ്യും. ആ ഷൂട്ട് ചെയ്തത് ഇതിലേക്ക് പ്ലേസ് ചെയ്യും. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ആ ആഡ് ചെയ്യേണ്ട വിഷ്വൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ക്യാമറയിൽ ഇപ്പോൾ ഗ്രീൻ മാറ്റിൽ ഒരാളെ നിർത്തി അയാൾ സംസാരിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ പിന്നീട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ഇതിലിട്ടിട്ട് നമുക്കിപ്പോൾ തന്നെ കാണാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് കാണാൻ എഡിറ്റിങ് വരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതിൽ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് ഇതിൽ കാണാൻ പറ്റും. ഇത്തരം ക്യാമറകൾ എടുക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ഫേസ് ചെയ്യാറുള്ളൊരു പ്രോബ്ലം, ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇതുകൊണ്ട് എഡിറ്റിങ്ങിനൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പറയും അവരുടെ കയ്യിലുള്ള സിസ്റ്റം ഇതിനെ എടുക്കില്ല, അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇനി വേറെ സ്ഥലത്ത് ഡബ്ബിങ്ങിന് ചെല്ലുമ്പോൾ പറയും ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഈ സാധനം കയറില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സാധാരണ ഒരുപാട് വരാറുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ സ്മോക്കിലോ അതുപോലെയുള്ള ഇതിനെ വീണ്ടും കളർ കറക്ഷനും കാര്യങ്ങൾ ചെയ്യാൻ ചെല്ലുമ്പോഴും അവരുടെ കയ്യിലുള്ള ടെക്നോളജിയും ഇതുമായിട്ട് മാച്ച് ചെയ്യണില്ല എന്നുള്ളത് പല ഡിജിറ്റൽ ക്യാമറാസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. നിങ്ങളെങ്ങനെയാണ് എന്താണ് നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഞങ്ങൾ ഷൂട്ടിങ്ങിൽ വെച്ച് തന്നെ അന്നന്ന് അതിൻ്റെ ഓഫ്ലൈൻ ഫയൽ കൊടുക്കും. അന്ന് ഷൂട്ട് ചെയ്ത് അന്ന് തന്നെ കൺവേർട്ട് ചെയ്ത് ക്വിക്ക് ടൈം ഫയലായിട്ട് കൊടുക്കും. ക്വിക്ക് ടൈം ഫയൽ എല്ലാ കമ്പ്യൂട്ടറിലും ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഫോർമാറ്റിലാണെങ്കിലും അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. അവർക്ക് ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ EDL മാത്രമായിട്ടാണ് അവർ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. EDL ഇന്ന് 2K ഫയലിൽ ഇത് പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അവരുടെ ഓഫ്ലൈൻ ഫയലുമായിട്ട് ഒരു ബന്ധവുമില്ല ഇതിന്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ഫയൽ കൺവേർട്ട് ചെയ്ത് ക്വിക്ക് ടൈമോ AVIയോ എന്ത് ഫയലാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ, യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്പിൾ മാക്കിൻടോഷിലെല്ലാം ക്വിക്ക് ടൈം, FCP അവിടെ എല്ലാം ക്വിക്ക് ടൈം സപ്പോർട്ടറാണ്. അത് ഇൻ്റർനാഷണലി എനി കമ്പ്യൂട്ടർ, എല്ലാ കമ്പ്യൂട്ടറിലും അത് അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓഫ്ലൈൻ ചെയ്യാം. അതിനകത്തുള്ള മെറ്റഡേറ്റ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിനകത്ത് മെറ്റഡേറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈം കോഡ്, ഇതിൻ്റെ ഫയൽ നെയിം, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻകോഡാണ് ആ ഫയലിൽ. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ എഡിറ്റ് ഇൻ ആൻഡ് ഔട്ട് അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ വരും. അതൊരു ടെക്സ്റ്റ് ഫയലായിട്ട് EDL, എഡിറ്റ് ഡിസ്റ്റൻസ് ലിസ്റ്റ്. ആ എഡിറ്റ് ഡിസ്റ്റൻസ് ലിസ്റ്റ് ഞങ്ങൾക്ക് ഒരു MB താഴെ KB കാണുള്ളൂ, ചെറിയൊരു ഫയലാണ്. അത് കൊണ്ടുവന്ന് ഞങ്ങൾ DAയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ DAയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സീക്വൻസ് ഉണ്ടാക്കും. ഒരു റീൽ 20 മിനിറ്റ്സിൻ്റെ ഒരു റീല് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഞങ്ങൾക്ക് കൊണ്ടാൽ ഓട്ടോമാറ്റിക് ഞങ്ങൾ DAയിൽ പഞ്ചായി ആ 2K റെസൊല്യൂഷനുള്ള ഫയൽ അത് സെർവറിൽ നിന്ന് എടുത്തിട്ട് അവിടെ നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ നിങ്ങൾ ഈ മെഗാമീഡിയ സ്റ്റുഡിയോയിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുക്കുന്നത്? ഞങ്ങൾക്കിത് ഒരു പടം സ്റ്റാർട്ടിങ്ങിൽ ഷൂട്ട് തൊട്ട് ഞങ്ങൾ ക്യാമറ ഹയറിന് കൊടുക്കും. വിത്ത് ഞങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസും എല്ലാം ഇതിന് ഫുള്ളി നോളജിലാണ്. അല്ല, ക്യാമറാമാൻ ഓൺലി അത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ക്യാമറ മൂവ്മെൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഫംഗ്ഷൻ ക്യാമറമാർ ചെയ്യുന്നുള്ളൂ. കാരണം അവർ ലൈറ്റിങ്ങും എല്ലാം അതല്ലാതെ ഇപ്പോൾ ക്യാമറ ഓപ്പറേഷൻ എല്ലാം നമ്മുടെ അസിസ്റ്റൻ്റാണ് ചെയ്യുന്നത്. ക്യാമറാമാനും ഇപ്പോൾ ഉള്ള എല്ലാ ക്യാമറമാനും അവർ ഡയറക്റ്റ് ചെയ്യുവാണ്. കാരണം ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ക്യാമറയുടെ റെക്കോർഡിംഗ് സിസ്റ്റവും അതിൻ്റെ എല്ലാ ഷട്ടർ ആംഗിൾ എവിടെ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ 3-4 പടങ്ങൾ മലയാളത്തിൽ ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെ പടങ്ങൾ മലയാളത്തിൽ ഇതിൽ ചെയ്തു? ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ അപൂർവരാഗങ്ങളിൽ അപൂർവരാഗം അപൂർവരാഗം ഫുള്ളല്ല, ഒരു 12 ദിവസത്തെ ഷൂട്ട് അപൂർവരാഗത്തിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ DA ചെയ്തപ്പോൾ ഫിലിമിൻ്റെ ക്വാളിറ്റിയും 435-ലും ഈ SI2Kയിലുമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. 435 ഇതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും തിയേറ്ററിൽ ആർക്കും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ DAയിലും ആർക്കും ഡിഫറൻസ് ഒരു ജമ്പും 12 ഷൂട്ട് മീൻസ് ഡേ നൈറ്റ് എല്ലാം ഡിഫറൻറ്റ് ഷൂട്ടൊക്കെ ഉണ്ട്. അത് ഒരു സീനിൽ തന്നെ
ഷോട്ടുകൾ മിക്സ് ചെയ്തിട്ടും ഇതിന് എന്തെങ്കിലും ഡിജിറ്റൽ എന്നുള്ള ഒരു 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 ഡിഫറൻസ് അതിന് മനസ്സിലായിട്ടില്ല. പിന്നെ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ തമിഴ് ഗൗതം മേനോൻ്റെ നടുസിനി നായ്ക്കൾ, നടുനിസി നായ്ക്കൾ, ആ പടവും ഇതിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് മനോജ് പരമഹംസനാണ് അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് ഫിലിം ക്യാമറയെ ആക്ച്വലി റീപ്ലേസ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ആയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. കമ്പയർ ടു എല്ലാ അതർ ഡിജിറ്റൽ ക്യാമറയെക്കായാലും ഫിലിം ടോണും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഡെപ്ത് എല്ലാം തരുന്ന ഒരു ക്യാമറ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് വിലയുണ്ടാവും ഈ ക്യാമറയ്ക്ക്? ഈ ക്യാമറ ഒരു ഫുൾ സെറ്റ് ആയി കഴിയുമ്പോൾ ഒരു 1.5 crore വരും, ഫുൾ അതിൻ്റെ എല്ലാ സെറ്റപ്പും. ഇതിൻ്റെ ആർക്കൈവിംഗ് ഉൾപ്പെടെ, കാരണം ഈ ആർക്കൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫയൽ എല്ലാ ദിവസവും നമ്മുടെ സെർവർ ഉണ്ടാകും ഇതിൻ്റെ കൂടെ ഹോട്ടലിൽ. ആ സെർവറിൽ നമ്മൾ ലോഡ് ചെയ്യുന്നു, അതിൻ്റെ ഒരു കോപ്പി നമ്മൾ ഇവിടെ സ്റ്റുഡിയോയിൽ സെർവർ കയറ്റുന്നു. അങ്ങനെ ഇതിൻ്റെ ഫയൽ ആർക്കൈവിംഗ് കൂടെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ വിടുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ഓൾ സേഫ് ബിക്കോസ് ഇറ്റ് ഈസ് SSD ഹാർഡ് ഡിസ്ക്. SSD ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ആകാനോ കറപ്റ്റ് ആകാനോ ചാൻസസ് ഇല്ല. കാരണം അത് ഒരു മൂവിങ് പാർട്ടോ ഒന്നും ആ SSDയിലില്ല. ഇത് സോളിഡ് സ്റ്റേറ്റ് ഡിസ്ക് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ ക്യാമറയിൽ ഇതിൻ്റെ ഹെഡ്, ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ലെൻസ് ക്യാമറയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് 25 അടി അല്ലേ, 25 മീറ്റർ ദൂരം വരെ ക്യാമറ ഇവിടെ തന്നെ ഇരിക്കുകയും ഈ ഹെഡ് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ ഒരാളെ ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഷോട്ടുകൾ ഇപ്പോൾ നമ്മൾ സ്റ്റഡി ക്യാമിൽ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ക്യാമറ കയ്യിലെടുത്തിട്ട് ഒരു ക്യാരക്ടർ നടന്നു പോവുകയാണെങ്കിൽ അയാളുടെ പുറകെ പോകുക എന്ന് പറയുന്നതൊക്കെ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ക്യാമറ എടുത്തിട്ട് പോകണ്ട. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫ്രെയിം ചെയ്യുന്നതിലും ഷോട്ടിൻ്റെ ഭംഗിനെയൊക്കെ ബാധിക്കാറുണ്ട് ഈ ക്യാമറ മൊത്തം എടുത്തു കൊണ്ടുപോകുമ്പോൾ. ഇതിലാവുമ്പോൾ ഈ ഫ്രണ്ടിലുള്ള ലെൻസും ഇതിൻ്റെ ഹെഡും ചേർത്തിട്ട് അത് മാത്രം കയ്യിലെടുത്തിട്ട് ഒരാളെ 25 മീറ്റർ വരെ ഫോളോ ചെയ്യാം. അത് ഈ ക്യാമറയുടെ ഒരു പ്രത്യേകതയാണ്.